ഡിവൈഎഫ്ഐയെ മാതൃകയാക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ എന്താ ദുരുദ്ദേശം? അത് കാസർഗോഡാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഎഫ്ഐ മാതൃകയാക്കുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞതും അതുപോലെ എസ് എഫ് ഇ ക്ഷുഭിത യൗവനത്തെ ഉപയോഗിക്കുന്ന കുര്യൻ സാറ് പറഞ്ഞതും ഞാൻ ഒരേപോലെയാണ് കാണുന്നത്. കാരണം അവർ ഒരു അടച്ചിട്ട മുറിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ശരിയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളന വേദിയിലാണ് അത് പറയും. അത് പരസ്പരം ശ്രീകുമാർ, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് എന്ന് പറയുന്നത് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന രഹസ്യമായൊരു കാര്യമല്ല. ഇങ്ങനെ കാതോരം പറഞ്ഞ് നിർവൃതി അടയാനായിട്ട് അല്ലെങ്കിൽ സ്വയം വിമർശനപരമായി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ എടുക്കേണ്ടത് അതൊരു വലിയ മുന്നേറ്റമാണ് അല്ലേ? നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഇന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നല്ലോ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ശ്രീകുമാർ ഈ വിഷയം സംസാരിക്കുമ്പോൾ. വിദ്യാഭ്യാസം കുളമായി, ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ. ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾക്ക് പരിരക്ഷയ്ക്ക് വേണ്ടി കൂട്ടിരിപ്പുകാരുണ്ട്. അങ്ങേക്കറിയുന്നത് പോലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധാരാളം ആളുകളുണ്ട്. ഉച്ചയ്ക്കൊന്ന് അവിടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഈ വെന്റിലേറ്ററിലടക്കം കിടക്കുന്ന നിരാശ്രയരായ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഭിക്ഷാന്തേഹികളല്ല, ഇത് നിങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞ് കൈമറിഞ്ഞെത്തുന്ന ഒരു പൊതിച്ചോറുണ്ട്. അത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ് എന്ന് അടച്ചിട്ട മുറിയിൽ പറയുന്നതാണ് നിങ്ങൾക്ക് തൃപ്തികരമെങ്കിൽ ആ നിലപാടെന്ന് പറയുന്നത് ഒരുതരം ദുരഭിമാനമാണ്. സ്വന്തം കഴിവുകേടുമായി ബന്ധപ്പെട്ട ദുരഭിമാനം മാത്രമാണ് അതിലുള്ളത്. നോക്കൂ വേണു, നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങളിങ്ങനെ പ്രകോപനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാലും യൂത്ത് കോൺഗ്രസിനെ നിരീക്ഷിക്കുന്നതിൽ ഒരു മാന്യമായ പക്വമായ സമീപനം എനിക്കുണ്ട്. അതിൽ നിന്ന് ഒരു അണുവിട ഞാൻ മാറില്ല. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനവും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീ അരുൺകുമാർ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം ഞങ്ങൾ വേറൊരു ചാനലിൽ നിന്ന് ചർച്ചയ്ക്ക് ശേഷം വരുന്നത് അത് ശരിയാ, താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന വേറൊരു ടോണിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഡിവൈഎഫ്ഐയുടെ അക്രമ രാഷ്ട്രീയവും SFIയുടെ അക്രമ രാഷ്ട്രീയവും ആ പാർട്ടി തന്നെ എതിർത്തിട്ടുണ്ട്. നിങ്ങൾ മണ്ണാർക്കാട് നോക്കൂ. മണ്ണാർക്കാട് CPMന്റെ ഉന്നത നേതാവായ PK ശശി, അദ്ദേഹം ഇപ്പോഴും KTDC ചെയർപേഴ്സൺ അല്ലേ, അദ്ദേഹത്തിനെതിരെ പ്രസംഗം കേട്ടല്ലേ. അങ്ങ് പറയുന്ന ശശി ഈ പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, UDFകാരുമായി ബന്ധപ്പെട്ട് പുതിയ സൗഹാർദ്ദം വരുന്നു എന്ന് പറയുന്ന വിമർശനം വരുന്നു. അങ്ങനെയല്ലല്ലോ NDFച്ചൻ വിളിച്ച നിങ്ങളുടെ തന്നെ ഒരു പാർട്ടി പരിപാടിയിൽ നിങ്ങളുടെ തന്നെ അനുയായികളാൽ അദ്ദേഹത്തിന് അടികിട്ടേണ്ടി വരുന്ന അവസ്ഥ. അതിലുമുണ്ട് 3 യൂത്ത് കോൺഗ്രസ് പ്രതികളായിട്ട്. അത് ആര് കൊടുത്ത? ഡിവൈഎഫ്ഐക്കാർ കൊടുത്ത പരാതിയാ? അല്ല, ഡിവൈഎഫ്ഐക്കാർ കൊടുത്ത പരാതിയല്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് പെട്ടെന്ന് ഈ പറയുന്ന പാലക്കാടേക്ക് പോയതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. വയനാട് നമ്മുടെ ജില്ലയാണ്. അങ്ങെടുക്കുന്ന സാമ്പിളുകളെല്ലാം സൗകര്യപൂർവ്വമുള്ളതാണ് എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടി. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KS അരുൺകുമാർ, ഈ പറയുന്ന ഞാൻ എടുക്കുന്ന സാമ്പിളുകളെല്ലാം ഒരു ചർച്ചയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ്. ശരി, ഒരു ചർച്ചയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ്. ശശിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ NDFച്ചന്റെ അടിയുടെ പാടും കൂടെ നോക്കണം. അത് ആരടിച്ചതിന്റെ പാടാണ് എന്നുകൂടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഏതുതരം രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ നടത്തിയത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. NDFച്ചൻ പറഞ്ഞാൽ പിന്നെ NDFച്ചൻ പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ പരാതി കിടക്കുന്നു. അവിടെ പരാതി കിടക്കുന്നു. അല്ല, ഒരുപിടി കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോ ഈ സമരസംഗമം കണ്ണൂര് നടന്നില്ലേ? സമരസംഗമം കണ്ണൂര് നടന്നില്ലേ? അവിടെ ഈ പറയുന്ന പുതിയ KPCC അധ്യക്ഷനും UDF കൺവീനറും മറ്റുള്ള പാരാവാരങ്ങളും എല്ലാം കയറി വരുമ്പോൾ കേൾക്കുന്ന മുദ്രാവാക്യം എന്താ? കണ്ണേ കരളെ KSA എന്നാണ്. അത് ഡിവൈഎഫ്ഐക്കാർ വന്ന് വിളിക്കുന്ന മുദ്രാവാക്യമാ? അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന PJ കുര്യൻ എന്തോ പറഞ്ഞു, PJ കുര്യൻ പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ല എന്നൊക്കെയുള്ള വിദണ്ഡവാദങ്ങൾ കൊണ്ട് അടയ്ക്കാൻ കഴിയുന്നതല്ല ഈ തള്ളി തുറന്നു പുറത്തു വരുന്ന അതിർത്തിയുടെ വാതിലുകൾ. ശരി, പറഞ്ഞോളൂ. വേണു കെ സുധാകരനെ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കും. സുധാകരൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന സുധാകരൻ ഇന്നും KPCC കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. എന്താ, പുറത്താക്കിയ ആളാണോ? ശരിയാണ്. പക്ഷേ എല്ലാവരുടെയും തലയുണ്ടായിരുന്നു. സുധാകരന്റെ തല വെട്ടി. അതുകൊണ്ടാണ് ഇന്ന് ആ പ്രതിഷേധം. അങ്ങനെയൊക്കെ വരും. നമ്മൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടല്ലല്ലോ ഈ ചർച്ച നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ വരാം. ശ്രീ KS അരുൺകുമാർ, ഇവിടെ ഈ പറയുന്ന PJ കുര്യന് തിരുവല്ല സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സൗകര്യപൂർവ്വം SFIയെ അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നു എന്നാണോ അങ്ങ് കാണുന്നത്? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തല 2023 ഏത് സീറ്റിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു എന്ന് പറയേണ്ട സാഹചര്യം വന്നത്? അതുകൂടാതെ
ഇനി മറ്റൊരു വശമുണ്ട്. നിങ്ങളെ ഉപയോഗിക്കുകയാണോ കുര്യൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എതിർചേരി നിങ്ങളെ പ്രത്യക്ഷത്തിൽ പ്രശംസ കൊണ്ട് മൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ തിരയുകയാണോ? നിങ്ങൾ എങ്ങനെയാണ് ഈ സമീപനത്തെ കാണുന്നത്?